ശാന്തി 1-1-25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ജ്ഞാനത്തിൻ്റെ മഴ പൊഴിച്ച് പച്ചിപ്പ് ഉണ്ടാക്കുന്നവരാണ്. നിങ്ങൾ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. ചോദ്യം: പെയ്യാത്ത മേഘങ്ങൾ ആരാണ്? അവർക്ക് ഏതൊരു പേരാണ് നൽകുന്നത്? ഉത്തരം: അവരാണ് അലസമേഘങ്ങൾ. പെയ്യുന്നവരാണ് ചുറുചുറുക്കുള്ളവർ. അഥവാ ധാരണയുണ്ടെങ്കിൽ പെയ്യാതിരിക്കുവാൻ സാധിക്കില്ല. ആരാണോ ധാരണ ചെയ്ത ശേഷം മറ്റുള്ളവരെ ചെയ്യിക്കാത്തത്, അവരുടെ വയർ ഒട്ടിപ്പോകുന്നു. അവർ ദരിദ്രമാണ്, പ്രജയിലേക്ക് പോകുന്നു. ചോദ്യം: ഓർമ്മയുടെ യാത്രയിലുള്ള മുഖ്യ പ്രയത്നം ഏതാണ്? ഉത്തരം: സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കണം. ബാബ ആരാണോ എങ്ങനെയാണോ അതേ സ്വരൂപത്തിൽ യഥാർത്ഥമായി ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഗീതം: ആരാണോ പ്രിയതമനോടൊപ്പം അവർക്ക് മഴയാണ്. ഓം ശാന്തി. ഏതുപോലെ സാഗരത്തിനു മുകളിൽ മേഘങ്ങളുണ്ട്, അപ്പോൾ സാഗരം മേഘങ്ങളുടെ പിതാവായി. സാഗരത്തോടൊപ്പമുള്ള മേഘങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മഴ. ആ മേഘങ്ങളും ജലം നിറച്ച ശേഷം മഴ പൊഴിക്കുന്നു. നിങ്ങളും സാഗരത്തിൻ്റെ അടുക്കൽ വരുന്നു നിറയ്ക്കുന്നതിന് വേണ്ടി. സാഗരത്തിൻ്റെ കുട്ടികൾ തന്നെയാണ് മേഘങ്ങൾ. അത് മധുരമായ ജലം വലിച്ചെടുക്കുന്നു. ഇപ്പോൾ മേഘങ്ങളും അനേകം പ്രകാരത്തിലുള്ളവയുണ്ട്. ചിലത് നല്ലവണ്ണം ശക്തമായി മഴ പൊഴിക്കുന്നു, വെള്ളപ്പൊക്കമുണ്ടാക്കുന്നു. ചിലത് പെയ്യുന്നത് കുറവാണ്. നിങ്ങളിലും ഇതേപോലെ നമ്പർ വൈസാണ്. ആരാണോ നല്ലവണ്ണം ശക്തമായി മഴ പൊഴിക്കുന്നത്, അവരുടെ പേരും പാടപ്പെടുന്നു. ഇതുപോലെ മഴ വളരെയധികം ഉണ്ടാകുമ്പോൾ മനുഷ്യർ സന്തോഷിക്കുന്നു. ഇതും ഇങ്ങനെയാണ്. ആര് നന്നായി പെയ്യുന്നുവോ അവരുടെ മഹിമയുണ്ടാകുന്നു. ആര് പെയ്യുന്നില്ലയോ അവരുടെ ഹൃദയം അലസം പോലെയാണ്. വയർ നിറയുന്നതേയില്ല. പൂർണ്ണ രീതിയിൽ ധാരണ ഇല്ലാത്തത് കാരണം വയർ പിൻവശവുമായി ചേരുന്നു. വയർ ഒട്ടിപ്പോകുന്നു. വരൾച്ച ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ വയർ ഒട്ടിപ്പോകുന്നു. ഇവിടെയും ധാരണ ചെയ്യുകയും ധാരണ ചെയ്യിക്കുകയും ചെയ്യാതിരുന്നാൽ വയർ ഒട്ടിപ്പോകുന്നു. നന്നായി പെയ്യുന്നവർ പോയി രാജാവും റാണിയുമാകും. മറ്റവർ ദരിദ്രമാണ്. ദരിദ്രരുടെ വയർ ഒട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ വളരെ നന്നായി ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇതിലും ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം എത്ര സഹജമാണ്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിൽ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രണ്ടിൻ്റെയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വയർ ഒട്ടിയല്ലോ. മുഖ്യമായത് തന്നെ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കാര്യമാണ്. മനുഷ്യൻ ആത്മാവിനെ തന്നെ അറിയുന്നില്ല, പിന്നെ പരമാത്മാവിനെ എങ്ങനെ അറിയുവാൻ സാധിക്കും? എത്ര വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരും മറ്റുമുണ്ട്, ആരും ആത്മാവിനെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മാവ് അവിനാശിയാണ്. അതിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്, അപ്പോൾ പാർട്ടും അവിനാശിയാണ്. ആത്മാവ് എങ്ങനെയാണ് ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നത്? ഇതാർക്കും അറിയില്ല. അവരാണെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ആദ്യം മുതൽ അന്ത്യം വരെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. അവരാണെങ്കിൽ ഡ്രാമയുടെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചു. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ ബാബയാൽ രചിക്കപ്പെട്ട ജ്ഞാനയജ്ഞത്തിൽ ഈ മുഴുവൻ ലോകവും സ്വാഹ ആകേണ്ടതുണ്ട്. അതിനാൽ ബാബ പറയുന്നു, ദേഹസഹിതം എന്തെല്ലാമുണ്ടോ ഇവയെല്ലാം മറന്നേക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ.
ബാബയെയും ശാന്തിധാമത്തെയും സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കൂ. ഇത് ദുഃഖധാമം തന്നെയാണ്. നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ബാക്കി മുഴുവൻ പ്രയത്നവും ഓർമ്മയിലാണ്. ജന്മജന്മാന്തരങ്ങളിലെ ദേഹാഭിമാനം ഇല്ലാതാക്കി ദേഹി അഭിമാനി ആകണം. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. പറയുന്നത് വളരെ സഹജമാണ്. പക്ഷേ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ബാബയെയും ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കണം. ഇതിൽ പ്രയത്നമുണ്ട്. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ ഇങ്ങനെ ആർക്കെങ്കിലും ഓർമ്മിക്കാൻ സാധിക്കുന്നത് പ്രയാസമാണ്. പിതാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുമല്ലോ കുട്ടികൾ. സ്വയം തന്നെ അറിഞ്ഞുവെങ്കിൽ ബാബയെയും അറിയും. നിങ്ങൾക്കറിയാം, പഠിപ്പിക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. പഠിക്കുന്നവർ ധാരാളമുണ്ട്. ബാബ രാജധാനി എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? അത് കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ബാക്കി ഈ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. മനസ്സിലാക്കിക്കുന്നതിനായി എനിക്ക് പറയേണ്ടി വരുന്നു. ബാക്കി ഇതിൽ വെറുപ്പിൻ്റെ ഒരു കാര്യവും ഇല്ല. ശാസ്ത്രങ്ങളിലും ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയെന്നും പറയുന്നു. പക്ഷേ മനസ്സിലാക്കുന്നില്ല. രാവും പകലും പകുതി പകുതിയാണ്. ഏണിപ്പടിയുടെ മേൽ എത്ര സഹജമായി മനസ്സിലാക്കിക്കുന്നു. ഭഗവാൻ വളരെ സമർത്ഥനാണ്. ആ ഒന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കും എന്ന് മനുഷ്യർ കരുതുന്നു. എന്നാൽ ബാബ പറയുന്നു, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൽ എത്ര ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ അടിക്കടി വരുന്നുണ്ടോ? എൻ്റെ പാർട്ടിന് ലിമിറ്റുണ്ട്. എപ്പോഴാണോ പൂർണ്ണമായും ദുഃഖമുണ്ടാകുന്നത് അപ്പോൾ ഞാൻ എൻ്റേതായ സമയത്ത് വരുന്നു. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഡ്രാമയിൽ ഓരോരുത്തർക്കും ആക്യുറേറ്റ് പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഹയ്യസ്റ്റ് ബാബയുടെ റീഇൻകാർണേഷൻ. പിന്നെ നമ്പർ അനുസരിച്ച് എല്ലാവരും വരുന്നു. ശക്തി കുറഞ്ഞവർ. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ബാബയിൽ നിന്നും നോളജ് ലഭിച്ചു. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. നിങ്ങളിൽ ഫുൾ ഫോഴ്സിൻ്റെ ശക്തി വരുന്നു. പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകുന്നു. മറ്റുള്ളവർക്ക് പാർട്ടേയില്ല. മുഖ്യമായതാണ് ഡ്രാമ. അതിൻ്റെ നോളജ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. ബാക്കിയെല്ലാം മെറ്റീരിയലാണ്. കാരണം അവയെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നു. വണ്ടർ ഓഫ് ദ വേൾഡ് ബാബയാണ്. പിന്നെ ആ ഒന്ന് രചിക്കുന്നതും സ്വർഗമാണ്. അതിനെ ഹെവൻ, പാരഡൈസ് എന്ന് പറയുന്നു. അതിന് എത്ര മഹിമയാണുള്ളത്. ബാബയ്ക്കും ബാബയുടെ രചനയ്ക്കും വലിയ മഹിമയുണ്ട്. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ഉയർന്നതിലും ഉയർന്ന സ്വർഗത്തിൻ്റെ സ്ഥാപന ബാബ എങ്ങനെ ചെയ്യുന്നു? ഇത് ആരും ഒന്നും അറിയുന്നില്ല. മധുരമധുരമായ കുട്ടികളായ നിങ്ങളും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് അറിയുന്നത്. അതനുസരിച്ച് തന്നെയാണ് പദവി നേടുന്നത്. ആര് പുരുഷാർത്ഥം ചെയ്തുവോ അവർ ഡ്രാമയനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പുരുഷാർത്ഥം കൂടാതെ ഒന്നും ലഭിക്കുക സാധ്യമല്ല. കർമ്മം കൂടാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ സാധിക്കില്ല. ആ ഹഠയോഗികൾ പ്രാണായാമം ചെയ്യുന്നു. ജഡം പോലെയാകുന്നു. ഉള്ളിൽ തന്നെ കഴിയുന്നു. മുകളിൽ മണ്ണ് അടിഞ്ഞുകൂടുന്നു. മണ്ണിന് മുകളിൽ ജലം പതിക്കുമ്പോൾ പുല്ല് പിടിക്കുന്നു. പക്ഷേ ഇതിലൂടെ ഒരു നേട്ടവുമില്ല. എത്ര ദിവസം ഇങ്ങനെയിരിക്കും? കർമ്മം തീർച്ചയായും ചെയ്യുക തന്നെ വേണം. ആർക്കും കർമ്മ സന്യാസിയാകുവാൻ സാധിക്കില്ല. പിന്നെ കേവലം ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അതിനാൽ അവരെ കർമ്മ സന്യാസി എന്ന് പറയുന്നു. ഇതും ഡ്രാമയിലെ അവരുടെ പാർട്ടാണ്. ഈ നിവൃത്തി മാർഗത്തിലുള്ളവരും ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായേനെ? ഭാരതം നമ്പർ 1 പ്യോർ ആയിരുന്നു. ബാബ ആദ്യം പ്യൂരിറ്റി സ്ഥാപിക്കുന്നു.
അത് പിന്നെ പകുതി കൽപ്പം തുടരുന്നു. തീർച്ചയായും സത്യയുഗത്തിൽ ഒരു ധർമ്മവും ഒരു രാജ്യവും ഉണ്ടായിരുന്നു. പിന്നെ ഡെയ്റ്റി രാജ്യം ഇപ്പോൾ വീണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നല്ല നല്ല സ്ലോഗൻ ഉണ്ടാക്കി മനുഷ്യരെ സുബോധത്തിലാക്കണം. വീണ്ടും ഡെയ്റ്റി രാജ്യഭാഗ്യം വന്ന് നേടൂ. ഇപ്പോൾ നിങ്ങൾ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ശ്രീകൃഷ്ണനെ ശ്യാമസുന്ദരം എന്നെന്തുകൊണ്ട് പറയുന്നു? ഇതും ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഇക്കാലത്താണെങ്കിൽ വളരെ പേർ ഇങ്ങനെയുള്ള നാമം വയ്ക്കുന്നു. ശ്രീകൃഷ്ണനോട് കോമ്പറ്റീഷൻ നടത്തുന്നു. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട് പതീത രാജാക്കന്മാർ എങ്ങനെയാണ് പാവന രാജാക്കന്മാരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നത്. പക്ഷെ അറിയുന്നവർ കുറച്ചു മാത്രമേ ഉള്ളൂ. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട് ആരാണോ പൂജ്യരായിരുന്നത് അവർ തന്നെ പിന്നെ പൂജാരിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. ഇതും ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ അവസ്ഥ വളരെ നല്ലതായിരിക്കും. പക്ഷേ മായ സ്മരിക്കുവാൻ അനുവദിക്കുന്നില്ല, മറപ്പിക്കുന്നു. സദാ ഹർഷിതമുഖ അവസ്ഥ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെ ദേവത എന്ന് പറയും. ലക്ഷ്മിനാരായണന്റെ ചിത്രം കണ്ട് എത്ര സന്തോഷിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ അഥവാ രാമന്റെയും മറ്റും കണ്ട് ഇത്രയും സന്തോഷിക്കുന്നില്ല. കാരണം ശ്രീകൃഷ്ണനെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ കോലാഹലങ്ങളുടെ കാര്യം എഴുതിയിരിക്കുകയാണ്. ഈ ബാബ ആകുന്നതും ശ്രീനാരായണൻ ആണല്ലോ. ബാബ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കണ്ട് സന്തോഷിക്കുന്നു. കുട്ടികളും ഇങ്ങനെ മനസ്സിലാക്കണം. ബാക്കി എത്ര സമയം ഈ പഴയ ശരീരത്തിൽ ഉണ്ടാകും? പിന്നെ പോയി പ്രിൻസ് ആകും. ഇത് എയിം ഓബ്ജക്റ്റ് ആണല്ലോ. ഇതും കേവലം നിങ്ങളാണ് അറിയുന്നത്. സന്തോഷത്തിൽ എത്ര ഗദ്ഗതം ഉണ്ടാകേണ്ടതാണ്. എത്ര പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. പഠിക്കുകയില്ലെങ്കിൽ എന്ത് പദവി ലഭിക്കും? വിശ്വത്തിൻ്റെ മഹാരാജാവും മഹാറാണിയും എവിടെ? ധനികനെവിടെ? പ്രജയിൽ ജോലിക്കാരും വേലക്കാരും എവിടെ? സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. കേവലം മന്മനാഭവ മധ്യാജീഭവ. അൽഫും ബേയും, ഓർമ്മയും ജ്ഞാനവും. ഇദ്ദേഹത്തിന് എത്ര സന്തോഷമുണ്ടായി. അൽഫിന് അള്ളാഹുവിനെ ലഭിച്ചു. ബാക്കി സർവ്വതും നൽകി. എത്ര വലിയ ലോട്ടറിയാണ് ലഭിച്ചത്. പിന്നെ എന്തു വേണം? അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഉള്ളിൽ സന്തോഷം നിലനിന്നുകൂടാ? അതിനാൽ ബാബ പറയുന്നു, ഇങ്ങനെയുള്ള ട്രാൻസ്ലൈറ്റിൻ്റെ ചിത്രം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിക്കണം. അത് കുട്ടികൾ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കട്ടെ. ശിവബാബ ബ്രഹ്മാവിലൂടെ നമുക്ക് ഈ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. തീർത്തും തുച്ഛബുദ്ധിയാണ്. ഇപ്പോൾ നിങ്ങൾ തുച്ഛബുദ്ധിയിൽ നിന്നും സ്വച്ഛബുദ്ധി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. അതിനാൽ ബാബയെ നോളജ്ഫുൾ എന്ന് പറയുന്നു. മനുഷ്യർ പിന്നെ കരുതുന്നു ഓരോരുത്തരുടെ ഹൃദയത്തെയും അറിയുന്നവനാണ്. പക്ഷേ ബാബയാണെങ്കിൽ നോളജാണ് നൽകുന്നത്. ടീച്ചറിന് ഇന്നയാൾ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ മുഴുവൻ ദിവസവും ഇവരുടെ ബുദ്ധിയിൽ എന്താണ് നടക്കുന്നത് എന്നത് ഇരുന്ന് നോക്കുകയില്ല. ഇത് വണ്ടർഫുൾ നോളജാണ്. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖശാന്തിയുടെ സാഗരം എന്ന് പറയുന്നു. നിങ്ങളും ഇപ്പോൾ മാസ്റ്റർ ജ്ഞാനസാഗരമാകുന്നു. പിന്നെ ഈ ടൈറ്റിൽ ഇല്ലാതാകും. പിന്നെ സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവും ആകും. ഇതാണ് മനുഷ്യൻ്റെ ഉയർന്ന പദവി. ഈ സമയത്ത് ഇത് ഈശ്വരീയ പദവിയാണ്. എത്ര മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ലക്ഷ്മി നാരായണന്റെ ചിത്രം കണ്ട് വലിയ സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. നോളജിലൂടെ തന്നെയാണ് എല്ലാ ഗുണങ്ങളും വരുന്നത്. തൻ്റെ എയിം ഓബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ റിഫ്രഷ്മെൻറ്റ് വരുന്നു, നവോന്മേഷം വരുന്നു. അതിനാൽ ബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം ഓരോരുത്തരുടെയും അടുക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്.
ഈ ചിത്രം ഹൃദയത്തിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിൽ തോന്നുന്നു, ഇത് മൃത്യുലോകത്തിലെ ലാസ്റ്റ് ജന്മമാണ്. പിന്നെ നമ്മൾ അമരലോകത്തിൽ പോയി ഇതാകും തത്വം. ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നല്ല. അല്ല, ഈ ജ്ഞാനം മുഴുവൻ ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ടാകണം. എപ്പോഴെല്ലാം ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമോ അപ്പോൾ പറയൂ, നമ്മൾ ഒരിക്കലും ആരിൽ നിന്നും ഭിക്ഷ യാചിക്കുന്നില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ധാരാളമുണ്ട്. നമ്മൾ നമ്മുടെ തന്നെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് സേവനം ചെയ്യുന്നു. ബ്രാഹ്മണർ സ്വന്തം സമ്പാദ്യത്തിലൂടെ തന്നെയാണ് യജ്ഞത്തെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശൂദ്രരുടെ പൈസ ഉപയോഗിക്കാൻ സാധിക്കില്ല. അനേകം കുട്ടികളുണ്ട്. അവർ അറിയുന്നുണ്ട് എത്രത്തോളം നമ്മൾ ശരീരവും മനസ്സും ധനവും കൊണ്ട് സർവീസ് ചെയ്യുമോ, സറണ്ടർ ആകുമോ, അത്രയും പദവി നേടും. ബാബ വിത്ത് വിതച്ചു, അപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നു എന്നത് അറിയുന്നുണ്ട്. പൈസ ഇവിടെ ഉപയോഗത്തിൽ വരാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ വിനിയോഗിച്ചുകൂടാ? പിന്നെ സറണ്ടർ ആകുന്നവർ വിശന്ന് മരിക്കുന്നുണ്ടോ? വളരെയധികം സംരക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ എത്ര സംരക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ശിവ് ബാബയുടെ രഥമാണല്ലോ. മുഴുവൻ വേൾഡിനെ ഹെവൻ ആക്കുന്നവനാണ്. ഇത് സുന്ദരമായ യാത്രക്കാരനാണ്. പരംപിത പരമാത്മാവ് വന്ന് എല്ലാവരെയും സുന്ദരമാക്കുന്നു. നിങ്ങൾ കറുപ്പിൽ നിന്നും വെളുപ്പും സുന്ദരവും ആകുന്നുവല്ലോ. എത്ര സുന്ദരമായ പ്രിയതമനാണ് വന്ന് എല്ലാവരെയും വെളുപ്പാക്കുന്നു. ആ ഒന്നിൻ്റെ മേൽ ബലിയർപ്പണം ആകേണ്ടതാണ്. ഓർമ്മിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഏതുപോലെ ആത്മാവിനെ കാണുവാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നു, അതേപോലെ പരമാത്മാവിനെയും അറിയാൻ സാധിക്കുന്നു. കാഴ്ചയിൽ ആത്മാവും പരമാത്മാവും രണ്ടും ഒരുപോലെ ബിന്ദുവാണ്. ബാക്കിയെല്ലാം നോളജാണ്. ഇത് വളരെ വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. കുട്ടികളുടെ ബുദ്ധിയിൽ ഇത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബുദ്ധിയിൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ധാരണ ഉണ്ടാകുന്നത്. ഡോക്ടർമാർക്കും ഔഷധങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ സമയത്തിരുന്ന് പുസ്തകം നോക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഡോക്ടറിയുടെയും പോയിന്റ്സ് ഉണ്ട്, ബാരിസ്റ്ററിയുടെയും പോയിന്റ്സ് ഉണ്ട്. നിങ്ങളുടെ അടുക്കലും പോയിന്റ്സ് ഉണ്ട്, ടോപ്പിക്സ് ഉണ്ട്. അതിന്മേൽ മനസ്സിലാക്കിച്ചു തരുന്നു. ചില പോയിന്റ്സ് ചിലർക്ക് നേട്ടമുണ്ടാക്കുന്നു, ചിലർക്ക് ചില പോയിന്റ്സിലൂടെ അമ്പ് കൊള്ളുന്നു. പോയിന്റ്സ് വളരെയധികം അനേകമുണ്ട്. ആര് നല്ല രീതിയിൽ ധാരണ ചെയ്യുമോ അവർക്ക് നല്ല രീതിയിൽ സർവീസ് ചെയ്യുവാൻ സാധിക്കും. പകൃതി കൽപ്പമായുള്ള മഹാരോഗിയും പേഷ്യൻറ്റുമാണ്. ആത്മാവ് പതീതമായിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു അവിനാശി സർജൻ ഔഷധം നൽകുന്നു. ആ ഒന്ന് സദാ സർജനായി തന്നെയിരിക്കുന്നു. ഒരിക്കലും രോഗബാധിതം ആകില്ല. മറ്റുള്ളവരെല്ലാം രോഗബാധിതമാകുന്നു. അവിനാശി സർജൻ ഒരേ ഒരു തവണ വന്ന് മന്മനാഭവയുടെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നു. എത്ര സഹജമാണ്. ചിത്രം പോക്കറ്റിൽ സദാ വയ്ക്കൂ. ബാബ നാരായണന്റെ പൂജാരിയായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ ചിത്രം മാറ്റി ഒറ്റയ്ക്ക് നാരായണന്റെ ചിത്രം വച്ചു. ഇപ്പോൾ മനസ്സിലായി ആരുടെ പൂജ ഞാൻ ചെയ്തിരുന്നുവോ. ഇപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിക്ക് വിട നൽകി. അപ്പോൾ ഞാൻ ലക്ഷ്മിയാകില്ല എന്നത് ഉറപ്പാണ്. ലക്ഷ്മി ഇരുന്ന് പാദം അമർത്തുന്നത് നല്ലതായി തോന്നുമായിരുന്നില്ല. അത് കണ്ടിട്ട് പുരുഷന്മാർ സ്ത്രീകളെ കൊണ്ട് പാദം അമർത്തിപ്പിക്കുന്നു. അവിടെ ലക്ഷ്മി ഇങ്ങനെ പാദം അമർത്തുകയൊന്നുമില്ല. ഈ സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല. ഈ സമ്പ്രദായം രാവണ രാജ്യത്തിലേതാണ്. ഈ ചിത്രത്തിൽ മുഴുവൻ നോളജുമുണ്ട്. മുകളിൽ ത്രിമൂർത്തിയുമുണ്ട്. ഈ നോളജ് മുഴുവൻ ദിവസവും സ്മരിച്ച് വളരെയധികം വണ്ടർ തോന്നുന്നു. ഭാരതം ഇപ്പോൾ സ്വർഗമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല അറിവാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ എന്തുകൊണ്ടിരിക്കുന്നില്ല എന്നതറിയില്ല.
വളരെ ശക്തമായി തീപിടിക്കും. വൈക്കോൽ കൂനിക്ക് തീ പിടിക്കേണ്ടതുണ്ട്. രാവണരാജ്യം തീർച്ചയായും ഇല്ലാതാകേണ്ടത് ആവശ്യമാണ്. യജ്ഞത്തിലും പവിത്ര ബ്രാഹ്മണർ വേണം. ഇത് വളരെ വലിയ യജ്ഞമാണ്. മുഴുവൻ വിശ്വത്തിലും പ്യൂരിറ്റി കൊണ്ടുവരുന്നതിൻ്റേതാണ്. ആ ബ്രാഹ്മണരും ബ്രഹ്മാവിൻ്റെ സന്താനം എന്ന് പറയുന്നു. പക്ഷേ അവർ മുഖവംശാവലിയാണ്. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ പവിത്രവും മുഖവംശാവലിയും ആയിരുന്നുവല്ലോ. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വച്ഛബുദ്ധിയുള്ളവരായി വണ്ടർഫുൾ ജ്ഞാനത്തെ ധാരണ ചെയ്ത് ബാബയ്ക്ക് സമ്മാനം മാസ്റ്റർ ജ്ഞാനസാഗരം ആകണം. നോളജിലൂടെ സർവഗുണങ്ങളും സ്വയം തന്നിൽ ധാരണ ചെയ്യണം. ഏതുപോലെ ബാബ ശരീരവും മനസ്സും ധനവും സർവീസിൽ വിനിയോഗിച്ചു, സറണ്ടറായോ, അതേപോലെ ബാബയ്ക്ക് സമാനം തൻ്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. സദാ റിഫ്രഷ് ആയിരിക്കുന്നതിനായി എയിം ഓബ്ജക്റ്റിൻ്റെ ചിത്രം കൂടെ വയ്ക്കണം. വരദാനം: ഏകരസ സ്ഥിതിയിലൂടെ സദാ ഒരു ബാബയെ ഫോളോ ചെയ്യുന്ന പ്രസന്ന ചിത്തരായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ബ്രഹ്മബാബയുടെ ജീവിതം ആക്യുറേറ്റ് കമ്പ്യൂട്ടറാണ്. ഈ കാലത്ത് കമ്പ്യൂട്ടറിലൂടെ ഓരോരോ ചോദ്യത്തിനും ഉത്തരം ചോദിക്കുന്നു. അതേപോലെ മനസ്സിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചോദ്യം ഉയരുന്നുവെങ്കിൽ എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ എന്നതിനു പകരം ബ്രഹ്മബാബയുടെ ജീവിതമാകുന്ന കമ്പ്യൂട്ടറിൽ നോക്കൂ. എന്ത്, എങ്ങനെ എന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്നതിലേക്ക് പരിവർത്തനപ്പെടും. ചോദ്യചിത്തർ ആകുന്നതിനു പകരം പ്രസന്ന ചിത്തരായി മാറും. പ്രസന്ന ചിത്തം എന്നാൽ ഏകരസസ്ഥിതിയിൽ ഒരു ബാബയെ ഫോളോ ചെയ്യുന്നവർ. സ്ലോഗൻ: ആത്മീയ ശക്തിയുടെ ആധാരത്തിൽ സദാ ആരോഗ്യമായി ഇരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യൂ. വിശേഷ നോട്ട്: എല്ലാ ബ്രഹ്മവത്സരം ജനുവരി 1 മുതൽ 31 ജനുവരി 2025 വരെ വിശേഷിച്ച് അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് യോഗ തപസ്യ ചെയ്തുകൊണ്ട് മുഴുവൻ വിശ്വത്തിനും തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ വിശേഷിച്ച് സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യണം. ഈ ലക്ഷ്യത്തോടെ ഈ മാസത്തെ പത്രപുഷ്പത്തിൽ അയച്ച അവ്യക്ത സൂചനകൾ മുഴുവൻ ജനുവരി മാസത്തിലും മുരളിയുടെ താഴെയും എഴുതുകയാണ്. നിങ്ങളേവരും ഈ പോയിന്റ്സിൻ്റെ മേൽ വിശേഷിച്ച് മനനചിന്തനം ചെയ്തുകൊണ്ട് മനസ്സാ സേവനത്തിൻ്റെ അനുഭവിയാകൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ശാന്തി ദൂതരായ കുട്ടികളായി നിങ്ങൾ എവിടെ കഴിയുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സദാ സ്വയം ശാന്തി ദൂതനായി മനസ്സിലാക്കി നടക്കൂ. സ്വയം ശാന്ത സ്വരൂപത്തിലും ശക്തിശാലി സ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നവർ ആരാണോ അവർ മറ്റുള്ളവർക്കും ശാന്തിയുടെയും ശക്തിയുടെയും സകാശ് നൽകിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്.
വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ഞാൻ എൻ്റെ ശക്തിശാലി വൃത്തിയിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിൽ വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ വായുമണ്ഡലം ഈ വിശ്വത്തിൽ രചിക്കപ്പെടുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് അയക്കുമ്പോൾ അശാന്തരായ ആ ആത്മാക്കളുടെ വൃത്തി പരിവർത്തനപ്പെടുകയാണ്. അവരുടെ ചിത്തത്തിൽ ശാന്തത നിറയുകയാണ്. അവരും സ്വധർമ്മമായ ശാന്തതയിൽ സ്ഥിതി ചെയ്യുകയാണ്.